എന്താ ഈ ചേയോനും ചേയോത്തിക്കും ഇത്ര വാശി? കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കട്ടെ. ഈ ഭൂമിയിൽ ഇതിൽ കൂടുതൽ ദുഃഖം മറ്റേതേലും ഒരു സ്ത്രീ സഹിച്ചിട്ടുണ്ടോ? അവളെ ആ പാണപ്പയ്യന്റെ കൂടെയെങ്കിലും കഴിയാൻ അനുവദിക്കൂ. ശരിയാണച്ച, മച്ചുണിയനായതുകൊണ്ട് തെറ്റ് ശരിയാവില്ല. പോയി അവളെ രക്ഷിച്ചേ പറ്റൂ. എല്ലാ ശിഷ്യന്മാരും തയ്യാറായിക്കൊള്ളു. എന്നെ വിടും. ചന്ദുവിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. അമ്മേ, ഇതെന്തൊരു അനീതിയാണ്. ശിഷ്യന്മാരെ, നിങ്ങൾ ആരും അവിവേകം കാട്ടരുത്. മികച്ചേരി വീട്ടിൽ ഞാനൊരു കപട നാടകം നടത്തി. വരും. നീയോ? എന്താടാ പാതിരാക്കി പട നയിച്ച് ഈ കുടിയിലേക്ക് വന്നത്? ക്ഷമിക്കണം അമ്മാവ, പട നയിച്ച് കുടിയിലേക്ക് വന്നതല്ല അമ്മാവ. ഏതോ ഒരു പാണപ്പയ്യൻ തുമ്പോലാർച്ചയ്ക്ക് പുടവ കൊടുത്ത് കൊണ്ടുപോയി എന്നറിഞ്ഞു. അതിന് നീ എന്തിനു വന്നു? എന്റെ മകളെ തെറ്റിദ്ധരിച്ചിട്ട് അവളെ കണ്ണീര് കുടിപ്പിച്ച് കണ്ട പാണപ്പയ്യനെ കൊണ്ട് പുടവ കുടിപ്പിക്കാൻ ഇടയാക്കിയിട്ട് മാറിയൊന്ന് മോങ്ങണം. നീ ഇവിടെ ഒന്ന് പോകുന്നുണ്ടോ? കഴിഞ്ഞ കഥകളെല്ലാം മറക്കണമാവ. ആ പാണപ്പയ്യൻ എല്ലാ അടവും തൊഴിലും പഠിച്ചവനാണ്. കാടുകയറി കൊള്ളയും കൊലയും ചെയ്യുന്നവനാണ്. അവനിവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണമാവ. തുമ്പോലാർച്ചയ്ക്ക് ഞാൻ പുറവ് കൊടുത്തില്ലെങ്കിലും മികച്ചൊരു വീട് എന്റേതാണമ്മാവ. ഈ അവമാനം ഞാൻ പൊറുക്കില്ലമ്മാവ. ആ പാണപ്പയ്യന്റെ കഴുത്ത് വെട്ടി തുമ്പോലാർച്ചയെ ഞാൻ വീണ്ടെടുത്ത് ചാന്തുവിനെ കൊണ്ട് ഞാൻ പുറവ് കൊടുപ്പിക്കും അമ്മാവ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം അമ്മാവ? ഞാൻ മരിക്കണം അമ്മാവ. പറയും അമ്മാവ, പറയും. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ആരോമനെ. നീ എന്റെ മരുമകനാണ്. കുറച്ചുനാൾ ഈ കുടിയിൽ കഴിയണം. കഴിയാം മാവ. നിന്റെ ശിഷ്യന്മാരും ആ പാളപ്പടങ്ങി വരട്ടെ. വരട്ടെ. ആ ചന്തുചേവരെ വരുന്നാരോമലെ. മോളെ, എന്തിനമ്മ എന്നെ ഇനിയും വെച്ച് വാഴിക്കുന്നു? വിഷം തന്നെ കൊല്ലേ. ഇതൊക്കെ ദൈവവിധിയാണെന്നോർത്ത് സമാധാനിക്കുന്നു. പെണ്ണായി പിറന്ന ദൈവമാണേലും കണ്ണിന് കളയാൻ പറ്റില്ല മോളെ. നേരും നെറിയുമില്ലാണ്ട്, മാനവും മര്യാദയും ഇല്ലാണ്ട് എന്നെ പുടവ് തന്ന പുരുഷന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ ഞാൻ പൊറുക്കണോ? ചന്തു ചേകവന്റെ കയ്യിൽ നിന്നും ഞാൻ പുറവ് വാങ്ങണോ? ഇല്ലമ്മേ, ഇല്ല, ഒരിക്കലുമില്ല. കുഞ്ഞുണ്ണൂലി, ഞാൻ മികച്ചേരി വീട്ടിൽ ഒരു കപട നാടകം കളിക്കുകയാണ്. ഇനിയും തെല്ലുനാൾ വേണ്ടിവരും തുമ്പോലാർച്ചയെ ചന്തുവിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ. നീ അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിക്കൂ. ആരോമൽ. പകിട 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 12. പകിട 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 12. ഞാൻ അന്നേരെ വിചാരിച്ചതാണ് അമ്മാവ, ഇവിടെ വന്ന് അമ്മാവന്റെ പക്കൽ നിന്നും പകിട കളി പഠിക്കണമെന്ന്. ഇന്നാണ് അതിന് വിധിയുണ്ടായത്. തുമ്പോലാർച്ചയുടെ കാര്യം ഓർക്കുമ്പോൾ എന്റെ മനസ്സ് നേരെ നിൽക്കണില്ല ആരോമലെ. എന്നാലും ഇങ്ങനെയും ഒരു തലവിധിയുണ്ടോ എന്റെ കാവിലമ്മ? മുഖശ്രീ ഇല്ലെങ്കിലും പാണനാണെങ്കിലും ദൈവവിധിയാൽ സ്നേഹമുള്ള ഒരു പുരുഷനെ കിട്ടി. എവിടെയെങ്കിലും ജീവിക്കാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കുകയില്ല. പൊന്നി, എന്റെ പാണൻ ധീരനാണ്. എന്നെ കട്ടുകൊണ്ടുവന്നവരുടെ കഴുത്തറുക്കാൻ കെൽപ്പുള്ളവനാണ്. ഞാനിനി കരയില്ല പൊന്നി, കരയില്ല. പൊന്നി, നാളെയില്ലേ തിരുവാതിര നക്ഷത്രം? നീ എന്റെ അറയെല്ലാം ഒന്ന് ഒരുക്കി വയ്ക്കും. എന്നോട് സന്ധി ഉറങ്ങാൻ എന്റെ പാണൻ ഇവിടെ എത്താതിരിക്കില്ല. നീ എന്റെ അറയിൽ ചന്ദനക്കിണ്ണവും ചാമര വിശ്രമെല്ലാം ഒരുക്കി വയ്ക്കും. ഇപ്പോഴേ ഒരുക്കാൻ നമ്പുരാട്ടെ. ഇത് മാണിപ്പനെ എന്താ കുഞ്ഞി?
പാണപ്പൈതല. പൊറുക്കണം, വെട്ടിക്കൊന്നാലും തരക്കേടില്ല. ഈ നോട്ടം ചങ്ക് തകർത്ത് കളയുന്നു. നിങ്ങൾ എന്തിനെ അറിയിൽ വന്നു? വന്നതല്ല, വരുത്തിയതാണ്. ആരെ? ആർച്ച. ആ പാട്ടിലൂടെ ഉലകം കൊള്ളിക്കുന്ന ഗാനം, ഞരമ്പുകൾ വലിഞ്ഞും മുറുക്കുന്ന ഗാനം. ആ പാട്ട് കേട്ടാൽ ആർക്കാണ് ഉറക്കം വരുന്നത്? പാടിയത് എന്റെ അറിയിലിരുന്നാണ്. പക്ഷെ കൊണ്ടത് എന്റെ കരളിലാണ്. ആർച്ചെ, നീ എന്തിനാ പാട്ടുപാടി? ആരെക്കുറിച്ച് ഓർത്താ പാട്ടുപാടി? എനിക്ക് പുടവ തന്ന പുരുഷനെ കുറിച്ച് ഓർത്ത് ഞാൻ പാടി. എവിടെയോ കിടന്ന ഒരു പാണ പൈതൽ. അവൻ അഴകില്ല, അറിവില്ല, നെറിവില്ല, നിലയും വിലയുമില്ല. നിർത്തോ. എന്റെ ഭർത്താവ് പാണനായാലും പറയനായാലും എനിക്ക് വലുതാണ്. എത്ര വീരശൂരനാണെങ്കിലും ആരോമൽ ചേകവർ എനിക്ക് ആരുമല്ല. പോകുന്നുണ്ട് എന്റെ അറയിൽ നിന്നും. ആർച്ചേ, ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ നീ വിളിച്ചുണർത്തി. അതാ നോക്കൂ, ഒരു അപൂർവ നക്ഷത്രം. ഉത്തൂരം വീട്ടിലെത്തി കുഞ്ഞുണ്ണൂരിയെ കാണുന്നതിന് മുമ്പ് ഈ നക്ഷത്രം മറഞ്ഞു പോകും. തിരുവാതിര പുലർതമാകും. ഈ നക്ഷത്രത്തിൽ നിനക്കൊരു കുഞ്ഞ് ജനിച്ചാൽ പുറതെത്തി അടുക്കരുത്. നിങ്ങൾക്കൊരു കുഞ്ഞ്. ഭർത്താവുള്ള ഞാൻ, ഭാര്യയുള്ള നിങ്ങൾക്കൊരു പാത്രം ഒരുക്കി തരണമല്ലേ? ഒടുവിൽ ഞാൻ ഉരപ്പുരിയിൽ കിടക്കണമല്ലേ? കരിവാരി തേച്ച മുഖവുമായി ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ നിൽക്കണമല്ലേ? പോകുന്നുണ്ട് അവിടെ നിന്ന്. ആർച്ചേ, എന്റെ ക്ഷമ നശിക്കുന്നു. ഈ കഠാരി കൊണ്ട് എന്നെ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. അറിയാം, പക്ഷെ ഈ കഠാരിക്ക് എന്നെ കീഴ്പ്പെടുത്താനൊക്കെ. വിടൂ.